ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഓരോ കൺട്രീസിനും അവരവരുടേതായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. ആ കൺട്രിയുടെ ജിയോഗ്രഫിക്കൽ ഏരിയ, അതേപോലെ തന്നെ സൈസ് ഓഫ് പോപ്പുലേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതൊക്കെ അനുസരിച്ച് ഓരോ കൺട്രീസിന്റെയും ഹെൽത്ത് പ്രോബ്ലംസിന്റെയും മാറിക്കൊണ്ടിരിക്കും. ഓരോ കൺട്രീസിനും എന്താണ് അവരവരുടേതായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ആണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു വാസ്റ്റ് കൺട്രിയാണ്. നമ്മുടെ ഏരിയ വെച്ച് നോക്കുമ്പോഴും അതേപോലെ തന്നെ പോപ്പുലേഷൻ സൈസ് നോക്കുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ എന്താ ഇന്ത്യയുടെ ഹെൽത്ത് പ്രോബ്ലംസും എങ്ങനെയാണ്, വളരെ കൂടുതലാണ്. നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതും ഹൈ ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഹെൽത്ത് പ്രോബ്ലംസിനെ നമുക്ക് എന്താ അഞ്ച് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻഫെക്ഷൻസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓർ ത്രൂ വെക്ടർ. അതായത് ഒരാളിൽ നിന്ന് ഒരാൾക്ക് വരുന്ന ഒരു അസുഖത്തിനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇതെന്താണ്, നമ്മുടെ ഇന്ത്യയുടെ ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ്. അടുത്താണ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇൻഅഡിക്വേറ്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്ററി ഇൻടേക്ക്. നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാത്തത് മൂലം നമുക്ക് ഉണ്ടാവുന്ന ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, അതും എന്താണ് ഇന്ത്യയുടെ ഒരു പ്രോബ്ലം ആണ്. അടുത്തതാണ് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ. പുവർ ഹൈജീൻ കാരണം, പുവർ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് കാരണവും നമുക്ക് എന്തുണ്ടാവും, കുറേയേറെ അസുഖങ്ങൾ ഉണ്ടാവും അല്ലേ. അതും എന്താണ് ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ്. അടുത്തതാണ് മെഡിക്കൽ കെയർ പ്രോബ്ലംസ്. അഡിക്വേറ്റ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് നമുക്ക് കിട്ടാതെ വരിക, അത് എന്താണ് ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ്. ലാസ്റ്റ് വൺ ആണ് പോപ്പുലേഷൻ പ്രോബ്ലം. പോപ്പുലേഷൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇംപ്ലിക്കേഷൻ അസോസിയേറ്റഡ് വിത്ത് എ ലാർജ് ആൻഡ് ഗ്രോയിങ് പോപ്പുലേഷൻ അല്ലെ. പോപ്പുലേഷൻ കൂടുന്തോറും എന്താ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറയും. അപ്പൊ എന്താ സംഭവിക്കാം, നമുക്ക് കിട്ടുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റിയും അതേപോലെ നമുക്കുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ കുറയാണ് പോപ്പുലേഷൻ കൂടുമ്പോൾ അല്ലെ. അപ്പൊ അതും എന്താണ് ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഹെൽത്ത് പ്രോബ്ലംസ്? ഒന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, രണ്ട് ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, മൂന്ന് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ, നാല് മെഡിക്കൽ കെയർ പ്രോബ്ലംസ്, അഞ്ച് പോപ്പുലേഷൻ പ്രോബ്ലം. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ആദ്യത്തെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലംസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ ആണ്. കാരണം എന്താ, നമുക്ക് ഓൾറെഡി പോപ്പുലേഷൻ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ ഓരോ അസുഖങ്ങൾ പകരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു മേജർ പബ്ലിക് ഹെൽത്ത് കൺസേൺ ആണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള UK, US പോലുള്ള കൺട്രീസ് ഇതിനെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇതിന്റെ ബേർഡൻ കുറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യ പോലൊരു ഡെവലപ്പിംഗ് കൺട്രീസ് ഇത് ഒരു കൺസേൺ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയില് ഏകദേശം 54% ഡെത്ത്, ടോട്ടൽ ഡെത്തിൽ 54%-ഓളം ഡെത്ത് എന്ത് കാരണമാണ് സംഭവിക്കുന്നത്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാരണമാണ് സംഭവിക്കുന്നത്. ഇനി എന്തൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസാ? കുറെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട് അല്ലെ. അതില് ഇന്ത്യയിൽ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഒന്ന് മലേറിയ. ആദ്യത്തെ മലേറിയ കാരണമാണ്. മലേറിയ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോ ഇന്ത്യയില് നമ്മൾ ഒരുപാട് എലിമിനേറ്റ് ഒക്കെ ചെയ്തു. ഇപ്പൊ നമുക്ക് ഇൻഡിജീനിയസ് കേസ് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഇന്ത്യയില് മലേറിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു മേജർ ഹെൽത്ത് പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, ഇന്ത്യയില് മലേറിയ എന്ന് പറയുന്നത് ഒരു മേജർ ഹെൽത്ത് പ്രോബ്ലം ആണ്. പ്രീവിയസ് ഇയറിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ മലേറിയ കേസിൽ എന്തുണ്ട്, ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫാൽസിപാരത്തിന്റെ കേസിൽ, ഫാൽസിപാരത്തിന്റെ പ്രപ്പോർഷനിൽ എന്താണ്, കൂടാണ് ചെയ്തേക്കുന്നത് അല്ലെ. ഫാൽസിപാറാണ് സെറിബ്രൽ മലേറിയ. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മലേറിയ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാറാണ്. അതിന്റെ പ്രപ്പോർഷൻ എങ്ങനെയാണ്, കൂടാണ്. ടോട്ടൽ മലേറിയ കേസ് കുറയാണെങ്കിലും നമ്മുടെ ഫാൽസിപാറത്തിന്റെ പ്രപ്പോർഷൻ എന്താണ്, കൂടുതലാണ്. ഇനി ഇത് മെയിൻ ആയിട്ട് നമ്മുടെ മലേറിയൻ കേസുകൾ മെയിൻ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ്, അതേപോലെ തന്നെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മലേറിയ കണ്ടുവരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ നടുക്കായിട്ട്, അതായത് നടുക്കായിട്ട് വരുന്ന കുറച്ച് സ്റ്റേറ്റ്സിൽ, അതാണ് നോർത്ത് ഇന്ത്യ. ആ ഒരു റീജിയനിലാണ് ഏറ്റവും കൂടുതൽ മലേറിയ കാണുന്നത്.
പിന്നെ ഇതിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 2019 0.34 മില്യൺ മലേറിയ കേസസ് ആണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ 4.63% എന്താണ് ഫാൽസിപ്പാറ മലേറിയ ആണ്. അതില് 73 ഡെത്തും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് മലേറിയയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ. നമുക്ക് ഈ കണക്കുകളൊന്നും എല്ലാത്തിന്റെയും കണക്കൊന്നും നമുക്ക് കാണാപ്പാഠം പഠിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഈ കണക്കുകൾ ഓരോ എഡിഷൻ വരും തോറും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു അപ്രോക്സിമേറ്റ് വാല്യൂ പഠിച്ചു വെക്കാം. പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ഈ കണക്ക് തന്നെ പഠിച്ചു വെക്കണം എന്ന് നിർബന്ധമില്ല. ഇനി അടുത്തതാണ് ട്യൂബർക്കുലോസിസ്. TB എന്ന് പറയുന്നത് നമ്മുടെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കിലെ പരത്തുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് TB എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു മേജർ ഹെൽത്ത് പ്രോബ്ലം തന്നെയാണ് അല്ലെ. നമ്മുടെ ഇപ്പൊ TBനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറയുന്ന ടൈമിലാണ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുക അല്ലെ. പറയണത് മിക്കവാറും നമ്മുടെ ബോഡിയിലൊക്കെ TBയുടെ ബാസിലി ഉണ്ടാവും, പക്ഷെ അത് ഡോർമെന്റ് ആയി കിടക്കായിരിക്കും. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറയുന്ന ടൈമിലാണ് കയറി ആക്ട് ചെയ്യുക. അപ്പൊ TB ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ് ഇന്ത്യനെ സംബന്ധിച്ച്. നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ TBയുടെ എണ്ണം അതേപോലെ കൂടുതലാണ്. അതായത് ഗ്ലോബലി TBയുടെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ അതില് 1/5 ടോട്ടൽ ഗ്ലോബൽ TBയുടെ 1/5 ഓഫ് ദി കേസസും എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് TB കേസസ് എടുത്ത് നോക്കുമ്പോൾ അതില് 1/5 ഓഫ് ദി നമ്പർ ഓഫ് കേസസ് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ് കാണുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും TB എത്രത്തോളം നമുക്ക് ഇന്ത്യയിൽ ഒരു ബേർഡൻ ആണെന്നുള്ള സംഭവം. ഇനി ഏകദേശം 2.2 മില്യൺ ന്യൂ കേസസ് ആണ് ആനുവലി TB നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ 0.24 മില്യൺ ഡെത്ത് ആണ് ആനുവലി സംഭവിക്കുന്നത്. ഇനി ഈ TB ഉള്ളവർക്ക് HIV കോഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതും അതേപോലെ തന്നെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ്. ഇപ്പൊ ഡ്രഗ്സ് ഒക്കെ കഴിച്ചിട്ട് പ്രോപ്പറായിട്ട് ഡ്രഗ്സ് ഫുൾ ട്രീറ്റ്മെന്റ് എടുക്കാത്തവർക്ക് എന്ത് വരും? റെസിസ്റ്റന്റ് TB വരും. അപ്പൊ അത് വരുന്നവർക്കും അതൊക്കെ കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ TBയുടെ സിവിയറിറ്റി അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. എന്ത് കാരണം? HIV കോഇൻഫെക്ഷനും അതേപോലെ തന്നെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB കാരണം ഈ TBയുടെ സിവിയറിറ്റി മാഗ്നിറ്റ്യൂഡ് ഒക്കെ കൂടുന്നുണ്ട്. ഇനി 2006 കൂടി നമ്മുടെ RNDCP എന്ത് ചെയ്യുന്നുണ്ട്? നേഷൻ വൈഡ് കവറേജ് കൊടുത്തിട്ടുണ്ട്. നേഷൻ വൈഡ് കവറേജ് ഉണ്ട് RNDCPക്ക്. ഇനി പെർസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ഉള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഡിസീസ് ആണ് ഒന്ന് ഡയേറിയൽ ഡിസീസും അതേപോലെ തന്നെ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും. ഓക്കെ, അപ്പോ ഇത് മെയിൻ ആയിട്ട് ഈ പെർസിസ്റ്റന്റ് ആയിട്ട് വരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് മെയിൻ ആയിട്ട് വൾണറബിൾ പോപ്പുലേഷനാണ് അഫക്ട് ചെയ്യുന്നത്. അതായത് യങ് ചിൽഡ്രൻ, അതേപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കുറവുള്ള ആൾക്കാർ, അവരെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെയാണ് ഡയേറിയൽ ഡിസീസ്. ഡയേറിയൽ ഡിസീസ് എന്ന് പറയുമ്പോൾ 5 വയസ്സിന് താഴെയുള്ള അണ്ടർ 5 ആയിട്ടുള്ള ചിൽഡ്രൻസിൽ ഏറ്റവും കൂടുതൽ മോർബിഡിറ്റി മോർട്ടാലിറ്റി സംഭവിക്കുന്നത് എന്ത് കാരണമാണ്? ഡയേറിയൽ ഡിസീസ് കാരണമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ മോർബിഡിറ്റി മോർട്ടാലിറ്റി സംഭവിക്കുന്നതിനുള്ള ഒരു ലീഡിങ് കോസ് ആണ് ഡയേറിയ എന്ന് പറയുന്നത്. ഏകദേശം 13.19 മില്യൺ കേസസ്, അതിൽ തന്നെ 1450 ഡെത്തും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് 2018. 2018 ഇത്രയും കേസസും ഇത്രയും ഡെത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൽട്ടോർ കോളറ പോലുള്ള ഏജൻസ് പുവർ എൻവയോൺമെന്റൽ കണ്ടീഷൻ കാരണം, നമ്മുടെ പുവർ എൻവയോൺമെന്റൽ കണ്ടീഷൻ കാരണം കോളറ പോലുള്ള അസുഖങ്ങൾ വരുത്തുന്ന ഏജൻസ് ഒരുപാട്, അതിന്റെ ഔട്ട് ബ്രേക്സ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തതാണ് ARI. AR എന്ന് പറയുമ്പോൾ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ഇതും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഒരു മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും ഉണ്ടാക്കുന്ന ഒരു ലീഡിങ് കോസ് ആണ് എന്തെന്ന് പറയുന്നത്? ARI എന്ന് പറയുന്നത്. പീഡിയാട്രിക് വാർഡില് 13.6% ഹോസ്പിറ്റൽ അഡ്മിഷനും അതേപോലെ തന്നെ 13% ഇൻപേഷ്യന്റ് ഡെത്തും നമ്മുടെ പീഡിയാട്രിക് വാർഡിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നതെന്ന്. അപ്പൊ കുട്ടികളിൽ
കുട്ടികളുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ 13% ഇൻപേഷ്യന്റ് ഡെത്ത് സംഭവിക്കാനുള്ള കാരണം എന്താണ്? ARI ആണ് അല്ലെ? അപ്പൊ അതും എന്താണ്? വളരെ വലിയൊരു ബേർഡൻ ആണ് നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച്. ഇനി 2018 ഏകദേശം 41.99 മില്യൺ ARI കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 3714 ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് എമേർജിംഗ് ആൻഡ് എൻഡമിക് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നമുക്കിപ്പോ എപ്പോഴും കാണുന്ന ഡിസീസുകൾ മാത്രമല്ല, പെട്ടെന്ന് ഉണ്ടാവുന്ന ഗ്ലോബൽ പാൻഡമിക് ആൻഡ് എൻഡമിക് ആയിട്ടുള്ള ഡിസീസ്, അതേപോലെ തന്നെ എപ്പിഡമിക് ഔട്ട് ബ്രേക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതും നമ്മുടെ ഇന്ത്യയുടെ ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ് അല്ലെ? അപ്പൊ അതില് അങ്ങനെ വന്ന ഈ ഇടയ്ക്ക് വന്ന ഒരു അസുഖമാണ് ഇത് COVID-19 എന്ന് പറയുന്നത് അല്ലെ? അതും എന്താണ് ഇന്ത്യനെ സംബന്ധിച്ച് ഒരു വലിയ ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു. 2021 ജൂലൈ 13 ഏകദേശം 41,650 ന്യൂ കേസസ് റിപ്പോർട്ട് ചെയ്തു. അതില് 601 ഡെത്ത് റിപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ 39,455 കേസസ് റിക്കവർ ആയി. ആ ഒരു ദിവസത്തെ കാര്യമാണ് പറയണത്. അപ്പൊ എത്ര വലിയൊരു നമ്പർ ആണെന്ന് നോക്ക്. അപ്പൊ അതുപോലെ കോവിഡ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം നമുക്ക് 3,50,000 ഡെത്ത് വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പാൻഡമിക് സ്റ്റേജ് തുടങ്ങിയതിനു ശേഷം ഏകദേശം 3,15,000 ഡെത്തോളം സംഭവിച്ചിട്ടുണ്ട്. ഇതിലെന്താണ് ലാർജ് സ്കെയിലില് വാക്സിൻസ് ഓൺഗോയിങ് ആണ് നമ്മുടെ കൺട്രിയിൽ. ഓക്കെ, അപ്പൊ അത്രയാണ് കോവിഡിന്റെ കാര്യം. ഇനി അടുത്തതാണ് ലെപ്രസി. ലെപ്രസി എന്ന് പറയുന്നത് വൈഡ്ലി പ്രിവാലന്റ് ആണ്. ഇനി 2018 പ്രിവാലൻസ് റേറ്റ് നോക്കുകയാണെങ്കിൽ 0.65% ആണ്. എത്രയില്? 10,000 പോപ്പുലേഷൻ എടുക്കുമ്പോൾ 0.6% പ്രിവാലന്റ് ആണ് ലെപ്രസി. ഇനി അതിൽ കുറെ കണക്കുകളൊക്കെയാണ് പറയണേ. 2013-14 വർഷങ്ങളിലും 1.15 lakh ന്യൂ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 51% ഓളം മൾട്ടി ബാസിലറി, 9.4% ചൈൽഡ് കേസസും 36.91% ഫീമെയിൽ കേസസുമാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ 4.144% ആണ് എന്ത് വിസിബിൾ ഡിഫോമിറ്റി ഉള്ള ആൾക്കാരുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? MDT സർവീസ് നേഷൻ വൈഡ് ആയിട്ട് നമ്മൾ ലെപ്രസിക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന പെർസിസ്റ്റന്റ് ഡിസീസ് അല്ലെങ്കിൽ എമർജിംഗ് ഡിസീസ് ഒക്കെ കൂടാതെ വേറെ ഡിസീസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഫൈലേറിയ. നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ് ഫൈലേറിയ എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. അതേപോലെ തന്നെ എസ്പെഷ്യലി ആണെന്ത് ഈസ്റ്റ് കോസ്റ്റ്, മധ്യപ്രദേശ് ആൻഡ് ഉത്തർപ്രദേശ്, ഈ 3 സ്റ്റേറ്റുകളിലാണ് മെയിൻ ആയിട്ട് കൂടുതൽ കാണുന്നത്. ഏകദേശം 600 മില്യൺ ആൾക്കാർ നമ്മുടെ ഫൈലേറിയൽ ഏരിയയിൽ, അതായത് റിസ്ക് ഏരിയയിൽ താമസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടൈപ്പ് ഏജന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തെയാണ് ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. അതാണ് മോർ പ്രിവാലന്റ് ആയിട്ടുള്ളത് ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. അതേപോലെ തന്നെ ബ്രൂഗിയ മലായി ആണ് എന്ത് റെസ്ട്രിക്റ്റഡ് ഇൻ സ്പെസിഫിക് ഏരിയ. ചില ഏരിയയിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ബ്രൂഗിയ മലായി. അത് രണ്ടാണ്. അപ്പൊ 2 ടൈപ്പ് ഓഫ് ഫൈലേറിയൽ കേസസ്. അടുത്താണ് STD അല്ലെ? നമുക്ക് ഒഴിച്ചിർത്താൻ പറ്റാത്ത ഒരു ഡിസീസ് കാറ്റഗറിയാണ് STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് സിഫിലിസും കൊണേറിയും. ഓക്കെ, സിഫിലിസും കൊണേറിയാണ് മേജർ പ്രോബ്ലം ആയിട്ട് നമ്മുടെ STD-യിലുള്ളത്. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ? നമുക്ക് ഇതിന്റെ എക്സാക്ട് പോപ്പുലേഷൻ, റിസ്കിലുള്ള പോപ്പുലേഷൻ അൺനോൺ ആണ്. ഓക്കെ, എക്സാക്ട് പോപ്പുലേഷൻ അറ്റ് റിസ്ക് അൺനോൺ ആണ്. ഇനി മെയിൻ ആയിട്ടുള്ളതാണ് എയ്ഡ്സ്. നേഷൻ വൈഡ് ആയിട്ട് ഉള്ള ഒരു ഡിസീസ് ആണ്. അതിന്റെ നാഷണൽ അഡൾട്ട് HIV പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത് എത്ര? 0.22%. ഇത് കൂടാതെ എന്തൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്? എൻഡറിക് ഫീവർ, അതേപോലെ തന്നെ ഹെൽമന്തിക് ഇൻഫെസ്റ്റേഷൻസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ്, കാലാസ്ത്ര മെനിഞ്ചൈറ്റിസ്, JE, അതുപോലുള്ള ഒരുപാട് കമ്മ്യൂണിക്കബിൾ ഡിസീസും എന്താണ് നമ്മുടെ ഹെൽത്ത് പ്രോബ്ലം തന്നെയാണ്. ഇതിന്റെയൊക്കെ പ്രിവെൻഷനും
ട്രീറ്റബിൾ ഒക്കെ നമുക്ക് മിനിമം റിസോഴ്സസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ളതാണ് NCD അല്ലെ. നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒരു പ്രോബ്ലം ആയതുപോലെ തന്നെ നമ്മുടെ NCDയും എന്താണ് ഇപ്പൊ ഒരു മേജർ ഹെൽത്ത് പ്രോബ്ലം ആണ് ഇന്ത്യയില് അല്ലെ. ഒരു റാപ്പിഡ് എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ ആണ് നടന്നിട്ടുള്ളത് അല്ലെ. പെട്ടെന്ന് എന്താണ് ഒരു ചേഞ്ച് ഉണ്ടായി. ആദ്യമൊക്കെ ഒരുപാട് ആൾക്കാർ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വന്നാണ് മരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെ ആൾക്കാർ കൂടുതൽ മരിക്കുന്നത് NCD വന്നിട്ടാണ് അല്ലെ. ഒരു റാപ്പിഡ് എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ ആണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ക്രോണിക് ഡിസീസ് കാരണം ഇപ്പൊ ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. ഏകദേശം 63% ഓഫ് ആൾക്കാർ ഓൾ ഡെത്ത് എടുത്ത് നോക്കുമ്പോൾ അതില് 63% ഓഫ് ഡെത്ത് സംഭവിച്ചേക്കുന്നത് എന്ത് കാരണമാണ്? NCD കാരണമാണ്. 2016 NCD കാരണമാണ് ഏകദേശം 63% ഓഫ് ഡെത്ത് സംഭവിച്ചേക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്താ ടോട്ടൽ ഡെത്ത് എടുക്കുമ്പോൾ NCDയിൽ ഏകദേശം 63% ഓഫ് ആൾക്കാർ മരിക്കുന്നത് NCD കാരണമാണ്. അതിൽ തന്നെ 27% എന്ത് കാരണമാണ്? കാർഡിയോ വാസ്കുലർ ഡിസീസ് കാരണമാണ്. ഓക്കെ, കാർഡിയോ വാസ്കുലർ ഡിസീസ് കാരണമാണ് 27%ഓളം മോർട്ടാലിറ്റി റേറ്റ് ഉള്ളത്. അതേപോലെ തന്നെ ഇഞ്ചുറീസ് കാരണം ഏകദേശം 11%ഓളം ആൾക്കാരും, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ് കാരണം 11% ഓഫ് ആൾക്കാരും, നമ്മുടെ ഡയബറ്റിക് മെലിറ്റസ് കാരണം 3% ഓഫ് ആൾക്കാരുമാണ് മരിക്കുന്നത്. നമ്മുടെ ഒരു പ്രപ്പോർഷൻ എടുത്ത് നോക്കാണ്. കണക്ക് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല. ഏകദേശം നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഉണ്ടായാൽ മതി. ഓക്കെ, ഇപ്പൊ അറിയാലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാർഡിയോവാസ്കുലർ ഡിസീസ് കാരണമാണ് മരിക്കുന്നത്. അത് കഴിയുമ്പോൾ എന്താ റെസ്പിറേറ്ററി ഡിസീസ്, അതേപോലെ ഇഞ്ചുറീസ്, ആക്സിഡൻസ് അതൊക്കെ വന്നിട്ടുണ്ടാവാം. അത് കഴിയുമ്പോൾ ഡയബറ്റിക് മെലിറ്റസ്. ഏകദേശം നമുക്കറിയാലോ, ആ ഒരു രീതിയിൽ എഴുതി പോവാം. ഇനി നമുക്ക് NCDയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ത്? ക്യാൻസർ എന്ന് പറയുന്നത് അല്ലെ. ഏകദേശം 1.1 മില്യൺ ന്യൂ കേസസ് ആണ് ആനുവലി ക്യാൻസർ കാരണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം 1.1 മില്യൺ കേസസ് ആണ് ആനുവലി ന്യൂ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മെൻസില് ഏറ്റവും കൂടുതൽ ഏകദേശം പകുതിയോളം കേസസ് വരുന്നത് എന്ത് കാരണമാണ്? ഈ ടൊബാക്കോ റിലേറ്റഡ് ക്യാൻസേഴ്സ് ആണ്. ഓക്കെ, ടൊബാക്കോ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ക്യാൻസേഴ്സ് ആണ് മെൻസില് പാതിയിൽ കൂടുതൽ കാണുന്നത്. അതേപോലെ തന്നെ വുമൻസിലും ഫീമെയിലും 20%ഓളം കാണുന്നത് എന്ത് കാരണമാണ്? ടൊബാക്കോ റിലേറ്റഡ് ക്യാൻസർ ആണ്. ഇനി അതേപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാറ്ററാക്ട്. കാറ്ററാക്ട് കാരണം ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത് ഇപ്പൊ ഒരുപാട് അത് കുറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഇൻട്രാഒക്കുലർ ലെൻസ് ഇംപ്ലാന്റേഷൻ 1994 ഏകദേശം 5% കുറവായിരുന്നെങ്കിൽ ഇപ്പോ ഏകദേശം 2016-17 ഒക്കെ ആയപ്പോഴേക്കും ഏകദേശം 95% ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതിൽ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മലേറിയ പറഞ്ഞു, ട്യൂബർക്കുലോസിസ് പറഞ്ഞു, ഡയേറിയൽ ഡിസീസ് പറഞ്ഞു, ARI പറഞ്ഞു, COVID-19 പറഞ്ഞു, ലെപ്രസി പറഞ്ഞു, ഫൈലേറിയ പറഞ്ഞു, STD പറഞ്ഞു, എയ്ഡ്സ് പറഞ്ഞു, പിന്നെ അതേഴ്സ് എൻഡറിക് ഫീവർ, ഹെൽമന്തിക് ഇൻഫെസ്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? NCDയും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതാം. നമ്മള് ഒന്നെങ്കിൽ മൊത്തം ടോപ്പിക് എന്തായിട്ട് ചോദിക്കും? SC ആയിട്ട് ചോദിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മാത്രം എന്തായിട്ട് ചോദിക്കാറുണ്ട്? SC ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇച്ചിരി കൂടി കണ്ടന്റ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഡിസീസിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ചുമ്മാ ഡിസീസിനെ കുറിച്ച് മാത്രം എഴുതാതെ ഇത് എങ്ങനെ നമ്മുടെ ഒരു ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് മാറുന്നു, ഇത് എങ്ങനെ നമുക്ക് ഒരു ബേർഡൻ ആവുന്നു, ആ പോയിന്റ്സും കൂടി ആഡ് ചെയ്ത് എഴുതുക. എന്നാലാണ് ഈ ക്വസ്റ്റിന് നമുക്ക് ആൻസർ എഴുതുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ. ന്യൂട്രീഷണൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ എന്താ? മെയിൻ ആയിട്ട് മാൽ ന്യൂട്രീഷൻ കാരണമാണ്. നമ്മുടെ ഒരു ഇന്ത്യയിലെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? മാൽ ന്യൂട്രീഷൻ ആണ് അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷണൽ പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് മാൽ ന്യൂട്രീഷൻ ആണ്. ഓക്കെ, ഇത് എന്തൊക്കെ കാരണം? പോപ്പുലേഷൻ, അതേപോലെ തന്നെ പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് എന്തുണ്ടാവാം? ഈ മാൽ ന്യൂട്രീഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമുക്കിപ്പോ റിസോഴ്സസ് ഒക്കെ കുറയുന്ന ടൈമിൽ എന്ത് സംഭവിക്കും? മാൽ ന്യൂട്രീഷൻ ഉണ്ടാവാം.
അതേപോലെ തന്നെ ഇത് എസ്പെഷ്യലി ചിൽഡ്രൻസിനും മദേഴ്സിനെയാണ് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ചിൽഡ്രൻസിനെയും മദേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ മാൽന്യൂട്രീഷൻ അഫക്ട് ചെയ്യുന്നത്. ഇനി ന്യൂട്രീഷണൽ പ്രോബ്ലത്തിൽ ആദ്യത്തെ പ്രോബ്ലം എന്താ? പ്രോട്ടീൻ കലോറി മാൽന്യൂട്രീഷൻ. ഓക്കെ, പ്രോട്ടീൻ കലോറി മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ട ആവശ്യത്തിനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള കലോറി അല്ലെങ്കിൽ പ്രോട്ടീൻ കിട്ടാതെ വരുമ്പോഴുള്ള അവസ്ഥ. അതായത് അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കാഷ്യോക്കർ അല്ലെങ്കിൽ മരാസ്മസ് പോലുള്ള ചിൽഡ്രൻസിന് അതുപോലുള്ള അസുഖങ്ങൾ വരാം. ഓക്കെ, ചിൽഡ്രൻസിന് കാഷ്യോക്കർ അല്ലെങ്കിൽ മരാസ്മസ് പോലുള്ള അസുഖങ്ങൾ കോസ് ചെയ്യാം. അടുത്തതാണ് LBW. ഓക്കെ, 2.5 kg ഇതിന് താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? LBW. ജനിക്കുന്ന സമയത്ത് 2.5 kg താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ LBW ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്, ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് LBW എന്ന് പറയുന്നത് എന്താണ്? ഒരു മേജർ ഹെൽത്ത് പ്രോബ്ലം ആണ്. ഏകദേശം 18.6% ഓഫ് ബേബീസിൻ ജനിക്കുമ്പോൾ എങ്ങനെയാണ്? LBW ആയിട്ടാണ്. അതായത് 2.5 kg താഴെയാണ് ജനിക്കുന്നത്. ഇത് എന്തായിട്ട് ലിങ്ക്ഡ് ആണ്? മെറ്റേണൽ ന്യൂട്രീഷനും അതേപോലെ തന്നെ മെറ്റേണൽ അനീമിയയായിട്ടും റിലേറ്റഡ് ആണ്. അമ്മയ്ക്ക് എന്തെങ്കിലും ന്യൂട്രീഷന്റെ കുറവുണ്ടെങ്കിലോ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അനീമിയ പോലത്തെ പ്രശ്നം ഉണ്ടെങ്കിലോ കുട്ടിക്ക് എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? LBW, ലോ ബർത്ത് വെയിറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ. അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഏകദേശം 71 മില്യൺ പീപ്പിൾസിന് അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള അയഡിൻ ഇൻടേക്ക് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തതാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്. നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ്, ഇപ്പൊ അതായത് ഇപ്പൊ പ്രോട്ടീൻ, കലോറി ഇതൊക്കെ പറഞ്ഞില്ലേ, ഇത് മാക്രോ ന്യൂട്രിയൻസ് കൂടാതെ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് കാരണം, അതിന്റെ ഡെഫിഷ്യൻസി കാരണം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് എന്ത്? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. ഓക്കെ, ഇത് എസ്പെഷ്യലി 3 to 5 years ഉള്ള കുട്ടികളിലാണ് ബാധിക്കുന്നത്. ഓക്കെ, ഒരു മേജർ ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് കൂടുതലും 3 to 5 ഇയേഴ്സിന്റെ ഇടയിൽ പ്രായമുള്ള കുട്ടികളിലാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണുന്നത്. ഏകദേശം 12,000 മുതൽ 14,000 വരെ കുട്ടികൾ ആനുവലി ബ്ലൈൻഡ് ആവുന്നുണ്ട്. ഓക്കെ, വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി മൂലം ഏകദേശം 12,000 to 14,000 ചിൽഡ്രൻസ് ആനുവലി ബ്ലൈൻഡ് ആവുന്നുണ്ട്. അടുത്താണ് അനീമിയ. അനീമിയ എന്ന് പറയുമ്പോൾ ഇത് മെയിൻ ആയിട്ട് കാണുന്നത് യങ് ചിൽഡ്രൻസിൽ, പ്രഗ്നന്റ് വുമൻസിൽ, അതേപോലെ തന്നെ ലാക്ടേറ്റിംഗ് വുമൻസിലാണ് അല്ലെ. നമ്മുടെ അയണിന്റെ കണ്ടന്റ് കുറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ബ്ലഡ് ഒക്കെ കുറയുമ്പോൾ അനീമിയ ഉണ്ടാവും. ഓക്കെ, ഇത് കൂടുതൽ കാണുന്നത് യങ് ചിൽഡ്രൻസിലും പ്രഗ്നന്റ് വുമൻസിലും ലാക്ടേറ്റിംഗ് മദേഴ്സിലാണ്. അടുത്തതാണ് ഫ്ലൂറോസിസ്. ഫ്ലൂറോസിസ് എന്താ? ഡ്രിങ്കിങ് വാട്ടറിൽ എക്സസ് ഓഫ് ഫ്ലൂറിൻ ഉണ്ടാവുന്ന ടൈമിൽ എന്ത് സംഭവിക്കും? ഫ്ലൂറോസിസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ എക്സസ് ആണ്. എക്സസ് ഓഫ് ഫ്ലൂറിൻ ഉണ്ടാവുമ്പോൾ ഫ്ലൂറോസിസ് ഉണ്ടാവും. ഇത് മെയിൻ ആയിട്ട് തമിഴ്നാട്, ആന്ധ്ര, പഞ്ചാബ്, ബീഹാർ, ജാർഖണ്ഡ്, കേരള, രാജസ്ഥാൻ ഇതുപോലുള്ള സ്റ്റേറ്റ്സിലാണ് കൂടുതലും ഫ്ലൂറോസിസ് കണ്ടുവരുന്നത്. ഈ ഫ്ലൂറിന്റെ പ്രത്യേകത എന്താ? ഇതിനെ നമ്മൾ ഡബിൾ സോഡ് എന്നാണ് പറയണത് അല്ലെ. എന്ന് വെച്ചാൽ ഇത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ ഫ്ലൂറോസിസ് മെയിൻ ആയിട്ട് വരുന്നത് എപ്പോഴാ? കൂടുമ്പോഴാണ്. അപ്പോ നമ്മുടെ ന്യൂട്രീഷണൽ പ്രോബ്ലം എന്തായിട്ട് ചോദിക്കാറുണ്ട്? ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഓൾറെഡി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഒരു ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എല്ലാവരും അതും കൂടി കാണാം. എന്നാലാണ് ഒരു 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ന്യൂട്രീഷണൽ പ്രോബ്ലംസ് മാത്രം നമുക്ക് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ആ ക്ലാസ് കാണണം. അപ്പോ ബാക്കിത്തെ 3 പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.